Greetings to you all in the mighty and precious name of Jesus Christ. ദൈവത്തിന് ഉത്സവങ്ങളുണ്ടോ? സ്വർഗത്തിൽ ഉത്സവമുണ്ടോ? ഐ ഹാവ് നെവർ ഈവൻ ഇമാജിൻഡ് അബൌട്ട് ഇറ്റ്. അങ്ങനെ ഒരു വിഷയം ഈ കഴിഞ്ഞ 36 വർഷക്കാലം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം ഞാനും ഗീതയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ലേവ്യ പുസ്തകം 1-ാം അധ്യായം 23-ാം അധ്യായം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വർഗത്തിൽ ഉത്സവമുണ്ട്, നമ്മുടെ ദൈവത്തിന് ഉത്സവങ്ങളുണ്ട് എന്നുള്ള അത്ഭുത സത്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. ആമേൻ. അപ്പോൾ അത് അല്പസമയം അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനൊന്ന് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്യുക വീഡിയോ, എന്നിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. കർത്താവേ, എന്താണ് ദൈവത്തിൻ്റെ സന്നിധിയിലെ ഉത്സവം? വാട്ട് ഈസ് ദ ഫീസ്റ്റ് ഇൻ ദ കിങ്ഡം ഓഫ് ഹെവൻ? സർവശക്തനായ ദൈവത്തിൻ്റെ ഉത്സവം എന്താണെന്ന് കർത്താവെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമെന്ന് നിങ്ങൾ ദയവായിട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ ലേവ്യ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 23-ന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ പറയുകയാണ്. യഹോവ മോശയോട് അരുളി ചെയ്യുന്നത്, നീ ഇസ്രായേൽ ജനത്തോട് പറയേണ്ടതെന്നാൽ. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്തുകൊള്ളട്ടെ. ഞാൻ നിങ്ങളോട് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ഇറ്റ്സ് ഓൺലി 2 people. ഒന്ന് നീയും സർവശക്തനായ ദൈവവും മാത്രം, നോബഡി എൽസ്. ഇവിടെ പഴയ നിയമവും പുതിയ നിയമവും ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിക്കുമ്പോൾ വെൻ ഐ റീഡ് ദ ബൈബിൾ, കർത്താവിനെ പഠിപ്പിച്ച സത്യമാണ്. വെൻ ഐ റീഡ് ദ ബൈബിൾ ഐ ഹാവ് ഓൺലി ഗാഡ് ഓൾ മൈറ്റി ആൻഡ് മൈസെൽഫ്. 2 പേർ മാത്രം, നീയും. ഇപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്യുന്നു. മോശ മരിച്ചു, അടക്കപ്പെട്ടു, മാറ്റപ്പെട്ടു. ദർ ഇസ് നോ മോസസ്. സോ മോശയോട് അരുളി ചെയ്യുന്ന ഇത് ഇൻ്റർപ്രിട്ടേഷൻസ്, ബൈബിൾ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇതിൻ്റെ സാഹചര്യങ്ങൾ, ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ നോക്കിയിട്ട് അതനുസരിച്ചിട്ടാണ് ദൈവത്തിൻ്റെ വചനത്തെ പഠിക്കാൻ ശ്രമിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനത്തെ പഠിക്കാൻ ശ്രമിക്കരുത്. ആമീൻ. പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കണം. ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ആമീൻ ഓൺലി യു ആൻഡ് മീ. മോശയില്ല. സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ ദാവീദില്ല. യെശയ്യാവിൻ്റെ പ്രവചനം വായിക്കുമ്പോൾ യെശയ്യാവില്ല. പുതിയ നിയമത്തിൽ മലമേലിരുന്ന് അപ്പോസ്തലന്മാരോട് സംസാരിക്കുമ്പോൾ അപ്പോസ്തലന്മാർ 12 പേരുമില്ല. അപ്പോൾ വാട്ട് ഈസ് ദ കോണ്ടെക്സ്റ്റ്? വാട്ട് ഡസ് ദറ്റ് മീൻ ടു യു? ഈ വചനം വായിക്കുമ്പോൾ മോശയില്ല, യെശയ്യാവില്ല, ഇയ്യോബില്ല, ദാവീദില്ല, കർത്താവിൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാരില്ല. ഓൺലി യു ആൻഡ് മീ, ഓൺലി 2 people. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ഈ വചനം വായിക്കുമ്പോൾ നിന്നോടാണ് ഈ വചനം സംസാരിക്കുന്നുള്ള സത്യം മനസ്സിലാക്കി കർത്താവുമായിട്ട് സംസാരിപ്പാൻ ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഭാഗ്യം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യഹോവ മോശയോട് അരുളി ചെയ്തു, നീ ഇസ്രായേൽ ജനത്തോട് പറയേണ്ടതെന്നാൽ, എൻ്റെ വിശുദ്ധ സഭായോഗം കൂടേണം 7th day. നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്ന്, എൻ്റെ ഉത്സവങ്ങൾ, വിശുദ്ധ സഭായോഗം വിളിച്ചു കൂട്ടേണ്ടുന്ന യഹോവയുടെ ഉത്സവങ്ങളാവിത്. 6 ദിവസം വേല ചെയ്യണം. 7-ാം ദിവസം വിശുദ്ധ സഭായോഗം കൂടേണ്ടുന്ന സ്വസ്ഥതയ്ക്കുള്ള ശബത്ത്. അന്ന് ഒരു വേലയും ചെയ്യരുത്. നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും അത് യഹോവയുടെ ശബത്താവും. അത് ദൈവത്തിൻ്റെ ശാപത്താകുന്നു. ഈ വിശുദ്ധ സഭായോഗം ദൈവത്തിൻ്റെ ഉത്സവങ്ങളാണ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു വിശുദ്ധൻ്റെ ആരാധന ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉത്സവങ്ങളാണ്. സ്വർഗത്തിൽ ഉത്സവങ്ങളാണെന്ന് ഒരു വിശുദ്ധൻ്റെ ആരാധന. ഒരു വീണ്ടും ജനിക്കപ്പെട്ട പൈതലിൻ്റെ, ദൈവത്തിൻ്റെ ഒരു വീണ്ടും ജനിക്കപ്പെട്ട വ്യക്തിയുടെ ആരാധന, പ്രാർത്ഥനയല്ല, വർഷിപ്പ്, ആരാധന, ദൈവത്തെ ആരാധിക്കുന്ന ആരാധന, അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉത്സവമാണ്. അന്ന് സർവശക്തനായ ദൈവം കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ, 6 ദിവസം നീ വേല ചെയ്യാം, 7ാമത്തെ ദിവസം നീ വേല ചെയ്യരുത്. കാരണം ഒരു വേലയും ചെയ്യാതെ വണ്ണം നീ എനിക്കായിട്ട് വേർതിരിക്കപ്പെടണം. നീ എനിക്കായിട്ട് വേർതിരിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ നിൻ്റെ ജഡം ഇല്ലാത്ത ഒരു ആരാധനയാണ്, വർഷിപ്പാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ, ഈ ആരാധന എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ തുടക്കം ഷുഡ് ഹാപ്പൻ ഫ്രം ജോൺ, ദ 4th chapter of John. വിശുദ്ധ യോഹന്നാൻ്റെ 4-ാം അധ്യായത്തിൽ കൂടെ ആ ശമരിയ സ്ത്രീയോട് എന്ത് സംസാരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാമെങ്കിൽ മാത്രമേ ഈ ലേവ്യ പുസ്തകത്തിൽ 23-ാം അധ്യായത്തിൽ പറയുന്ന ആരാധന, വിശുദ്ധ സഭായോഗം, ഒരു വിശുദ്ധൻ്റെ ആരാധന എന്താണെന്നുള്ളത് ആ ശമരിയക്കാരി സ്ത്രീയോട് കർത്താവ് എന്തു പറഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് തിരിച്ചറിയുള്ളൂ. ശമരിയക്കാരി സ്ത്രീയും കർത്താവും തമ്മിലുള്ള കോൺവെർസേഷനിൽ ശമരിയക്കാരി സ്ത്രീ പറയുകയാണ്, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധിച്ചു, എന്നാൽ നിങ്ങളോ പിതാവിനെ ആരാധിക്കേണ്ടത് യെരൂശലേമിലാണെന്ന് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു സ്ത്രീയോട് പറഞ്ഞു, മകളെ, സത്യനമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നു. പിതാവിനെ നമസ്കരിക്കുന്നവർ ആ മലയിലും
യെരുശലേമിലും അല്ല എന്നുള്ള നാഴിക വരുന്നു, ഇപ്പോൾ വന്നു വരികയുന്നു. സത്യനമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തു ഈ ശമരിയ സ്ത്രീയോട് പറഞ്ഞതാണ് ആരാധനയുടെ അടിസ്ഥാനം. ഈ ആരാധന എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുമ്പോൾ മാത്രമാണ് ഈ ആരാധനയുടെ മഹത്വം നമുക്ക് വെളിപ്പെടുന്നത്. ഞാൻ പിന്നെയും പറഞ്ഞുകൊള്ളട്ടെ, പ്രാർത്ഥന വേറെ, ആരാധന വേറെ. പ്രാർത്ഥന നിൻ്റെ വിഷയങ്ങൾ, നിൻ്റെ പ്രയാസങ്ങൾ, മറ്റുള്ളവരുടെ വിഷയങ്ങൾ, ലോകത്തിൻ്റെ വിഷയങ്ങളെല്ലാം ദൈവസന്നിധിയിൽ നീ ദൈവത്തോട് യാചിക്കുന്നതാണ് പ്രാർത്ഥന. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് പ്രാർത്ഥനയെക്കുറിച്ചല്ല, ആരാധനയെക്കുറിച്ചാണ്. ദൈവത്തെ എങ്ങനെ ആരാധിക്കണം എന്നുള്ള ആരാധനയെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നത്. ഈ സ്ത്രീയോട് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ആ മലയിലുമല്ല, യെരുശലേമിലുമല്ല. He erased the entire presumptions of man. All man-made presumptions were erased at that moment. കർത്താവായ യേശു ക്രിസ്തു മനുഷ്യൻ്റെ ആരാധന എന്തായിരിക്കണം, അവൻ്റെ കാഴ്ചപ്പാടുകൾ ആയിരുന്ന അതുവരെ ഉണ്ടായിരുന്ന സകല കാഴ്ചപ്പാടുകളെയും ടോട്ടലി എറേസ്ഡ്, അത് മായ്ച്ചു കളഞ്ഞു. ക്രൂശിൽ ആമേൻ അവൻ്റെ രക്തത്താൽ നമ്മുടെ പാപാകൃത്യ ശാപങ്ങളെ മായ്ച്ചു കളഞ്ഞതുപോലെ ദൈവത്തെ ആരാധിക്കുന്ന ആ ആരാധനയെക്കുറിച്ചുള്ള കൺസെപ്റ്റ്, മനുഷ്യൻ്റെ കൺസെപ്റ്റ്, ആമേൻ, ഇറ്റ്സ് ടോട്ടലി മായ്ച്ചു കളഞ്ഞു. ഐ വുഡ് സേ ദിസ് ഇസ് ലിബറേഷൻ. ഇതാണ് ലിബറേഷൻ തിയോളജി. നീ എങ്ങനെയാണ് നിൻ്റെ ദൈവത്തെ ആരാധിക്കുന്നത്? നിങ്ങൾക്കറിയാമോ? ആമേൻ. ആ സ്ത്രീ ശമരിയക്കാർ വിശ്വസിച്ച ഈ മലയിൽ വന്ന് ആരാധിക്കണമെന്നാണ്. യഹൂദന്മാർ വിശ്വസിക്കുന്ന ഈ യെരുശലേമിൽ വന്ന് ആരാധിക്കണമെന്നാണ്. നിങ്ങൾക്കറിയാം, യെരുശലേമിനെക്കാട്ടിൽ പുണ്യസ്ഥലമൊന്നും ഈ ഭൂമിയിൽ സോഫാറില്ലല്ലോ. യെരുശലേമിനെക്കാട്ടിൽ പുണ്യസ്ഥലങ്ങൾ ഈ ഭൂമിയിലില്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മുടെ കൺസെപ്റ്റ് എന്താണ് ആരാധനയെക്കുറിച്ച്? ഞാനൊരു മർത്തോമക്കാരനാണ്. മർത്തോമ പള്ളിയിൽ പോയി ആരാധിക്കണം. അല്ലെങ്കിൽ ഒരു പെന്തക്കോസ്റ്റൽ ചർച്ചുകാരനാണെങ്കിൽ പെന്തക്കോസ്റ്റ് സഭയിൽ, അവരുടെ സഭയിൽ പോയി ആരാധിക്കണം. അല്ലെങ്കിൽ കാത്തലിക് ചർച്ചസിന് ഒത്തിരി പുണ്യസ്ഥലങ്ങളുണ്ട്. മലയാറ്റൂർ പള്ളിയുണ്ട്, ഞാൻ കേരളത്തിൻ്റെ കാര്യം പറയാം, വെട്ടുകാട് പള്ളിയുണ്ട്. ഇതെല്ലാം പുണ്യസ്ഥലങ്ങളാണ് അവരുടെ. അവിടെ ആലയത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ ആമേൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും എന്നുള്ളതാണ് മാൻ മെയ്ഡ് പ്രിസംപ്ഷൻസ് ആൻഡ് അസെപ്ഷൻസ്. അതും മുഴുവൻ റൈസ് ചെയ്ത് കളഞ്ഞു സർവശക്തനായ കർത്താവായ യേശു ക്രിസ്തു ആ ശമരിയക്കാരി സ്ത്രീയോടുള്ള ഒറ്റ വചനത്താൽ. സത്യനമസ്കാരികൾ കർത്താവിനെ, ദൈവത്തിനെ, പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. എന്താണ് സത്യം? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാവുന്നു. ഐ ആം ദ ട്രൂത്ത്. കർത്താവായ യേശു ക്രിസ്തുവാണ് സത്യം. സത്യത്തിലും ആത്മാവിലും എങ്ങനെ ആരാധിക്കണം? ഈ ആരാധനയിൽ പ്രിയപ്പെട്ടവരെ, ആമേൻ, ഈ ആരാധന വെളിപ്പെടുമ്പോൾ, ലേവ്യ പുസ്തകത്തിൽ 23-ാം അധ്യായത്തിൽ പറയുന്ന ഈ ആരാധന വെളിപ്പെടുമ്പോൾ, ഈ ആരാധനയിൽ മനസ്സിലാക്കിക്കൊള്ളുക, നീയില്ല. ഈ നിങ്ങളോട് സംസാരിക്കുന്ന ഈ ഷിബു ദൈവത്തെ ആരാധിക്കുമ്പോൾ ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആരാധന, യോഹന്നാൻ്റെ 4-ാം അധ്യായത്തിൽ ആ ശമരിയക്കാരി സ്ത്രീയോട് പറഞ്ഞിരിക്കുന്ന ആരാധനയിൽ ഷിബു ഇല്ല, എന്നെ കേൾക്കുന്ന നീയില്ല, നിൻ്റെ ജഡമില്ലാത്ത ഒരാത്മാവാണ് ആത്മാവിലുള്ള ആരാധന. അതെന്താണ് ആത്മാവിലുള്ള ആരാധന? നിക്കോദിമോസിനോട് പറഞ്ഞിട്ട്, നിക്കോദിമോസിനോട് പ്രിയപ്പെട്ടവരെ അത് മനസ്സിലായില്ല. ഒരുവൻ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് നിക്കോദിമോസിനോട് വിളിച്ചു പറഞ്ഞു. ഇത് ആത്മാവിലുള്ള ആരാധനയാണ്. ഇത് സ്വർഗരാജ്യത്തിൽ ഉള്ള ആരാധനയാണ്. ഇത് ഭൂമിയിലുള്ള ആരാധനയല്ല. നിനക്ക് ആ സ്വർഗരാജ്യത്തിലുള്ള ആരാധന. ലേവ്യ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ ഉത്സവങ്ങളാകുന്ന നിന്റെ ആരാധന, സ്വർഗത്തിൻ്റെ ഉത്സവങ്ങളാകുന്ന നിന്റെ ആരാധന വെളിപ്പെടേണ്ടത് നിന്റെ ജഡത്തിലല്ല. അപ്പം നിക്കോദിമോസിനോട് പറഞ്ഞു, ഈ ആരാധനയെങ്കിൽ കാറ്റെവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്നറിയാതെ വണ്ണം. അതാണ് ആരാധന. നിനക്കവിടെ റോളില്ല, നിന്റെ ജഡത്തിനവിടെ റോളില്ല, സ്ഥലകാലങ്ങളില്ല എന്ന് പറഞ്ഞാൽ ഈ ആരാധനയെങ്കിൽ ഞാൻ ആരാധിക്കുമ്പോൾ ഷിബു തോമസ് എന്ന് പറഞ്ഞ വ്യക്തിയില്ല. അവൻ മരിച്ച് അടക്കപ്പെട്ട ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ട് കഴിഞ്ഞു. അവൻ്റെ ജഡമല്ല ആരാധിക്കുന്നത്, വീണ്ടും ജനിക്കപ്പെട്ട ആ പുതിയ മനുഷ്യനാണ് ആരാധിക്കുന്നത്. വീണ്ടെടുക്കപ്പെട്ടവർ മാത്രം അവിടെ നടക്കും. പുതിയ മനുഷ്യനാണ് ആരാധിക്കുന്നത്. ആ പുതിയ മനുഷ്യൻ്റെ ആത്മാവിൽ വീണ്ടും ജനിക്കപ്പെട്ട ആ പുതിയ മനുഷ്യൻ്റെ ആരാധനയാണ് സ്വർഗത്തിൽ ഉത്സവമായിട്ട് ഈ ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ ആരാധനയെക്കുറിച്ചാണ് യോഹന്നാൻ്റെ 4-ാം അധ്യായത്തിൽ എൻ്റെ കർത്താവായ യേശു ക്രിസ്തു ഈ ശമരിയ സ്ത്രീയോട് പ്രിയപ്പെട്ടവരെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ആരാധനയെങ്കിൽ എന്ത് സംഭവിക്കും? നീ ശാപത്തിൻ്റെ അനുഭവത്തിലേക്ക് മാറ്റപ്പെടും. ഈ ആരാധന
വെളിപ്പെടുമ്പോൾ അവിടെ ആരാധനയിൽ യെരൂശലേമുമില്ല, മലയുമില്ല, നീ കെട്ടിപ്പൊക്കിയ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് ഇല്ല. നിന്റെ ശരീരം ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരമാണ്, ദൈവത്തിൻ്റെ ആലയമാണ് നിന്റെ ശരീരം. നീ എവിടെ ഇരിക്കുന്നോ അത് വിശുദ്ധ സ്ഥലമാണ്. നീ വിശുദ്ധനാകിയാൽ നീ ഇരിക്കുന്ന സ്ഥലം വിശുദ്ധ സ്ഥലമാണ്. നീ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് നിനക്ക് ദൈവത്തെ ആരാധിക്കാം. അന്നേരം അത് സ്വർഗത്തിൽ ഉത്സവമാകും. പ്രിയപ്പെട്ടവരെ, അന്നേരം എന്താണ് അതിൻ്റെ നെറ്റ് റിസൾട്ട്? ഷിബുവിൻ്റെ ജഡം മറന്ന്, അല്ലയോ കുമാരി നീ കേൾക്ക, നീ നിന്നെ തന്നെ മറക്ക, എന്നാൽ രാജാവ് നിന്റെ സൗന്ദര്യത്തിൽ സന്തോഷിക്കുമെന്ന് പറഞ്ഞതുപോലെ ഷിബുവും എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളും അവരെ തന്നെ മറന്ന് അവർ ദൈവത്തെ ആരാധിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവർ ശാപത്തിൻ്റെ അനുഭവത്തിലേക്ക് മാറ്റപ്പെടും. അവർക്കൊരു ശാപത്തിൻ്റെ അനുഭവമുണ്ട്. എബ്രായർ 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു, വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ഒരു ശാപത്തിൻ്റെ അനുഭവം ശേഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് അതിൽ കടക്കാതിരിപ്പാൻ തക്കവണ്ണം, ആരും കടക്കാതെ പോകാതെ വണ്ണം നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുക എന്ന് എബ്രായർ 4-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ വാക്യങ്ങളിൽ അത് പറയുന്നു. അവിടെ ഈ ശാപത്തിൻ്റെ അനുഭവം എന്താണ്? പ്രിയപ്പെട്ടവരെ, ആ ഉത്സവത്തിൽ, ആ സ്വർഗത്തിലെ ഉത്സവം, നിന്റെ ആരാധനയെങ്കിൽ സ്വർഗത്തിൽ ഉത്സവമാണ്. അത് ദൈവത്തിൻ്റെ ഉത്സവമാണ്. ഏത്? സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധന, ഷിബു ഇല്ലാത്ത ആരാധന, ഷിബു എന്ന ജഡമില്ലാത്ത ആരാധന. അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉത്സവമാണ്. ആ ഉത്സവത്തിൽ നിനക്കെന്താണ് പ്രതിഫലം ലഭിക്കുന്നത്? നിനക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിൻ്റെ പേരാണ് ശാപത്തിൻ്റെ അനുഭവം. എന്താണ് ആ ശാപത്തിൻ്റെ അനുഭവം? പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തിയിലും അത് എബ്രായർ 4-ാം അധ്യായത്തിലും വളരെ വ്യക്തമായി പറയുന്നു. 6 ദിവസം അവൻ തൻ്റെ വേല ചെയ്തു. ക്രിയേഷൻ, സർവശക്തനായ ദൈവം 7-ാമത്തെ ദിവസം അവൻ്റെ സകല പ്രവൃത്തികളിൽ നിന്നും നിവൃത്തനായി. അതൊരു ശാപത്തിൻ്റെ അനുഭവമായിരുന്നു. എന്തായിരുന്നു ആ ശാപത്തിൻ്റെ അനുഭവം? നിനക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ച ശാപത്തിൻ്റെ അനുഭവം. നീ ആരാധിക്കുമ്പോൾ നിനക്ക് ലഭിക്കുന്ന ആ ശാപത്തിൻ്റെ അനുഭവം. ആ ശാപത്തിൻ്റെ അനുഭവത്തിൽ നിനക്ക് എന്താണ് ലഭിക്കുന്നത്? ആ ആരാധനയിൽ നിനക്ക് എന്താണ് ലഭിക്കുന്നത്? ആ ആരാധനയിൽ നിനക്ക് വേണ്ടതെല്ലാം ലഭിക്കും. കാരണം എവരിത്തിങ് ഈസ് ക്രിയേറ്റഡ്. 6 ദിവസം അവൻ നിനക്ക് വേണ്ടി നിന്നെ ശാപത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന് നത്തിങ്. നീ വേല ചെയ്യേണ്ടാത്ത, നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങൾ, നീ പണിയാത്ത വീടുകൾ, ഇതെല്ലാം നിനക്ക് അനുഭവവേദ്യമാക്കി തരുന്ന, എല്ലാം ക്രിയേറ്റ് ചെയ്ത് നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന, നിന്നെ ഒരു പൂർണ്ണ ശാപത്തിൻ്റെ അനുഭവത്തിലേക്ക്, സ്വസ്ഥതയുടെ അനുഭവത്തിലേക്ക് മാറ്റപ്പെടുന്ന ആരാധനയെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ ആ ശമരിയാക്കാരി സ്ത്രീയോട് കർത്താവ് പറഞ്ഞത്. അത് തന്നെയാണ് ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിലും പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ശാപത്തിൻ്റെ അനുഭവം? എന്താണ് ഈ ആരാധനയുടെ അനുഭവം? എന്താണ് ഈ വർഷിപ്പ്? പ്രിയപ്പെട്ടവരെ, പഴയ നിയമവും പുതിയ നിയമവും ഇത് മുഴുവൻ പല അനുഭവങ്ങൾ, ദൈവത്തിൻ്റെ ദാസന്മാരുടെ പല അനുഭവങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞാൻ ഗീതയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. അത് ഞാൻ കുറച്ച് അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ. ആമേൻ. നെബൂഖദ്നേസർ, അന്നത്തെ ഏറ്റവും പ്രബലനായ ബാബിലോണിയൻ രാജാവ്, ഓർഡർ ഇട്ടു. അവൻ നിർത്തിയിരിക്കുന്ന, അവൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന, അവൻ നാട്ടിയിരിക്കുന്ന ആ ബിംബത്തെ നിങ്ങൾ നമസ്കരിച്ചില്ലെങ്കിൽ, ഈ ബാലകന്മാർ നമസ്കരിച്ചില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് ഓർഡർ ഇട്ടു. അപ്പോൾ ഇത് കേട്ട ക്ഷണത്തിൽ അവരെ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ശദ്രക്ക്, മേശ്, പിഞ്ചു ബാലകന്മാരാണ്. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന കൊന്നുകളയുമെന്നല്ല, തീച്ചുളയിലിട്ട് കളയുമെന്ന് ഓർഡർ ഇട്ടു, രാജകൽപ്പന. എന്നിട്ട് ഇവരതിനെ എതിർത്ത് ധിക്കരിച്ച് അവർ പ്രാർത്ഥിപ്പാൻ തുടങ്ങി, അവർ ആരാധിപ്പാൻ തുടങ്ങി. അന്നേരം ഈ ബാലകന്മാരെ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോയെ നെബൂഖദ്നേസർ രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. എന്നിട്ട് നെബൂഖദ്നേസർ അവരോട് പറഞ്ഞു, ഞാൻ നിർത്തിയിരിക്കുന്ന ഈ ബിംബത്തെ നിങ്ങൾ നമസ്കരിച്ചു എങ്കിൽ നിങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ മറുപടി എന്നാണെന്നറിയാമോ? പ്രിയപ്പെട്ട രാജാവേ, ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക, ഞങ്ങൾ വിശ്വസിക്കുന്ന ജീവനുള്ള ദൈവം, ഞങ്ങൾ വിശ്വസിക്കുന്ന ജീവനുള്ള ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും നീ നിർത്തിയ ഈ ബിംബത്തെ ആരാധിക്കുകയില്ല എന്ന് രാജാവേ അറിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇവിടെ സംഭവിച്ചത് എന്താണെന്നറിയാമോ? ലേവ്യ പുസ്തകത്തിൽ 23-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന ആരാധന അവിടെ വെളിപ്പെട്ടു.
ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ആരാധന അവിടെ വെളിപ്പെട്ടു. യോഹന്നാൻ 4-ാം അധ്യായത്തിൽ ആ ശമരിയക്കാരി സ്ത്രീയോട് പറയുന്ന ആ ആരാധന അവർ വെളിപ്പെട്ടു. എന്താണ് വെളിപ്പെട്ടതെന്നറിയാമോ? അവരുടെ ദേഹത്തെ വിടുവിച്ചാലും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? തീയിലിട്ടാൽ ഞങ്ങൾ കരിഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ എന്തോ പ്രിയപ്പെട്ടവരെ, അവരാ ശാപത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിച്ചു. അവരെ തന്നെ മറന്നു, അവരുടെ ദേഹത്തെ വെറുത്തു. അത് പിന്നീട് നെബൂഖദ്നേസർ രാജാവ് ആമീൻ എന്നിട്ട് ഇവരെ കൊണ്ടുവന്ന് അവർ ദേഹത്തെ വെറുത്തു. അപ്പോൾ അവരാരാധിക്കാൻ തുടങ്ങി. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ അവർ 3 പേരും അവരില്ല. ആ ആരാധനയിൽ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും ഇല്ല. അവരെ തന്നെ മറന്നു. അവരാത്മാവിൽ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ഈ എഴുതി വെച്ചിരിക്കുകയാണ്, നെബൂഖദ്നേസറിൻ്റെ കോപം മൂത്തുന്ന്. ഹി ബിക്കെയിം വെരി വെരി ആംഗ്രി. എന്നിട്ട് പറഞ്ഞു, ചൂളയുടെ തീയെ 7 മടങ്ങ് 7 ടൈംസ് ഇൻക്രീസ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് സൈന്യത്തിലെ ഏറ്റവും ബലവാന്മാരായവരെ കൊണ്ട് ഈ കുഞ്ഞുങ്ങളെ ചുമന്നുകൊണ്ട് പോവുകയാണ് ഈ തീച്ചൂളയിലേക്ക്. പ്രിയപ്പെട്ടവരെ, ആമേൻ, ഈ തീച്ചൂളയിലേക്ക് പോകുമ്പോൾ അവർക്ക് നല്ലവണ്ണം അറിയാം. പക്ഷെ അവരിതൊന്നും അറിയുന്നില്ല. അവരെ തന്നെ മറന്ന് ദൈവസന്നിധിയിൽ ആരാധിക്കുകയാണ്. അവരുടെ ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ അവർ വിളിച്ചപേക്ഷിക്കുകയാണ്. അവരെ തന്നെ മറന്നു, ടോട്ടലി മറന്നു. അവരുടെ ജഡത്തെ അവർ വെറുത്തു, ജഡത്തെ മറന്നു. ആമീൻ. ഈ ആരാധനയ്ക്കാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കട്ടെ. ആമീൻ. തന്നെത്താൻ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ ഷിബുവിനെ വെറുക്കുക, ഷിബുവിനെ മറക്കുക. ഷിബു എന്ന ജഡം ഇല്ല ഈ ആരാധനയെങ്കിൽ. ആമേൻ. ഈ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നുള്ള ജഡം, ആ 3 ജഡങ്ങളില്ല ഈ ആരാധനയെങ്കിൽ. ഇവരെ കൊണ്ടുവന്ന് തീയിൽ ചുമന്നുകൊണ്ട് പോയവർ കരിഞ്ഞുപോയി, ചാരമായി പോയി. അപ്പോൾ ഇവരും രാജാവും മന്ത്രിമാരും മഹത്തുക്കളും എല്ലാം അവിടെ നിൽക്കുക. ഉടനെ നെബൂഖദ്നേസർ ഉറക്കെ വിളിച്ച് ചോദിക്കുക, നമ്മൾ 3 പേരെയല്ലേ ചുമന്നുകൊണ്ട് പോയത്? എന്നാൽ ഞാൻ 4 പേരെ കാണുന്നു. നാലാമനായി ഒരു വ്യക്തിയെ കാണുന്നു. ആമീൻ. അവൻ്റെ മുഖം ദൈവദൂതൻ്റെ മുഖം പോലെ ഇരിക്കുന്നു. അവരെ പുറത്ത് കൊണ്ടുവരിക. അവരെ നമ്മളെ ബന്ധിച്ച് കെട്ടിട്ട്, ഒരുപക്ഷെ ഇരുമ്പ് ചങ്ങലയായിരിക്കാം, എന്താണെന്ന് ഞാൻ അറിയുന്നില്ല. കെട്ട് മുഴുവൻ അഴിഞ്ഞ് അവരാ തീച്ചൂളയുടെ നടുവിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്നത് ഞാൻ കാണുന്നുവെന്ന് നെബൂഖദ്നേസർ വിളിച്ചു പറഞ്ഞു. ആമീൻ. അവരെ കൊണ്ടുവന്നു. അവരെ പുറത്ത് കൊണ്ടുവന്നപ്പോൾ ആമീൻ, ഈ ആരാധനയുടെ മഹത്വം ശാപത്തിലേക്ക് അവർ പ്രവേശിച്ചു. ഈ ആരാധനയെങ്കിൽ അവരെ തന്നെ മറന്ന് അവരുടെ ദേഹത്തെ വെറുത്ത് അവർ ആരാധിച്ചപ്പോൾ ഒരു വലിയ ശാപത്തിൻ്റെ അനുഭവത്തിലേക്ക് അവർ മാറ്റപ്പെട്ടു. നെബൂഖദ്നേസർ പറഞ്ഞു, അവരുടെ കാൽച്ചട്ട കരിയാതെയും അവരുടെ തലമുടി കരിയാതെയും അവരുടെ ദേഹത്തിന് തീയുടെ മണം പോലും തട്ടാതെയും ആമേൻ അവർ ഇരുന്നുവെന്ന് നെബൂഖദ്നേസർ പറഞ്ഞു. എന്നിട്ട് നെബൂഖദ്നേസർ പറഞ്ഞു, ആമേൻ, ജീവനുള്ള ദൈവത്തെ രാജകൽപ്പന കൂടെ വെറുത്ത് ജീവനുള്ള ദൈവത്തെ സ്വന്തം ദേഹത്തെ ത്യജിച്ച്, അതാണ് ഈ ആരാധന, ആത്മാവിലുള്ള ആരാധന. ഈ ആത്മാവിലുള്ള ആരാധന ആ തീച്ചൂളയുടെ നടുവിൽ വെളിപ്പെട്ടപ്പോൾ ആമീൻ എന്ത് സംഭവിച്ചതെന്നറിയാമോ? അവരെ തന്നെ മറന്നു, സ്വന്തം ദേഹത്തെ മറന്നു. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവും ആ ആരാധനയിലില്ല. അവിടെ സ്വർഗവും അവരുടെ വീണ്ടും ആമീൻ ആ ആത്മീയ ആരാധനയായിരുന്നു ആ തീച്ചൂളയിൽ അവർ വെളിപ്പെട്ടത്. ആമീൻ. എന്നിട്ട് പറയുകയാണ്, അവരുടെ ദേഹത്തെ തന്നെ വെറുത്ത് ആ ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ അവർ ഒരു ദോഷം അവർക്ക് വന്നിട്ടില്ല. ആമീൻ. ഒരു വലിയ ശാപത്തിൻ്റെ അനുഭവത്തിലേക്ക്, സമാധാനത്തിൻ്റെ അനുഭവത്തിലേക്ക്, ആ തീയിൽ പോയപ്പോഴും അവർ സമാധാനത്തിൻ്റെ അനുഭവത്തിലായിരുന്നു, പുറത്തു വന്നപ്പോഴും സമാധാനത്തിൻ്റെ അനുഭവത്തിലായിരുന്നു. ആ ആരാധനയുടെ പ്രതിഫലം എന്തായിരുന്നു അറിയാമോ? അവരെ ഉയർത്തി. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിൻ്റെ ദൈവത്തെ ഒരു രാജ്യം, അന്നത്തെ ഏറ്റവും വലിയ പ്രബലമായ രാജ്യമാണ് ബാബിലോൺ സംസ്ഥാനം, ഓർഡർ ഇട്ടു, ഈ ദൈവത്തെ അല്ലാതെ വേറെ ദൈവത്തെ ആരാധിപ്പാൻ പാടില്ല. എന്നിട്ട് ഇവർക്ക് എന്ത് സംഭവിച്ചു? ഇവരെ ദേശത്തിലെ ഏറ്റവും വലിയ ദേശാധിപതികളാക്കി അവരെ മാറ്റിയെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇത് ആത്മീയ ആരാധനയാണ്, ജഡം മറന്നിട്ടുള്ള ആരാധനയാണ്. ഈ ജഡം മറന്നിട്ടുള്ള ആരാധന ആമീൻ അത് പഴയ നിയമത്തിൽ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തുന്ന 1-2 കാര്യങ്ങൾ കൂടെ ഞാൻ പറയാം. ആമീൻ. നിങ്ങൾക്കറിയാമോ ഈ ഭൂലോകത്തിലേക്ക് നടന്ന ഏറ്റവും മനോഹരമായ ഈ ആരാധന ഏതാണെന്നുള്ളത്? ആമീൻ. വചനം വായിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കത് വെളിപ്പെടുത്തി തന്നപ്പോൾ എൻ്റെ ദൈവമേ, എത്ര തേജസ്സിൻ്റെ മഹത്വത്തിൻ്റെ ആമീൻ സമയമായിരുന്നതെന്നറിയാമോ? ഞാൻ ഒന്ന് നിങ്ങളോട് പറയാം. ഈ ഭൂമിയിൽ നമ്മൾ ജീവനോടുകൂടിയിരിക്കുന്ന ഈ ഭൂമിയിൽ വെളിപ്പെട്ട ഏറ്റവും മനോഹരമായ ഞാൻ ഈ പറയുന്ന ആത്മീയ ആരാധന ഏതായിരുന്നു അറിയാമോ? പ്രിയപ്പെട്ടവരെ, ആ ആത്മീയ ആരാധന വെളിപ്പെട്ടത് AC റൂമിലല്ല,